പ്രോബബിലിറ്റി ചാപ്റ്റർ എന്നോട് കുറച്ച് കുട്ടികൾ ഒന്നും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പ്രോബബിലിറ്റി ചാപ്റ്ററിൽ പറയാം കേട്ടോ. അപ്പം ഇതിൽ പ്രോബബിലിറ്റി നമ്മുടെ ചാപ്റ്റർ നമ്പർ 16 ആണ്. ഇതിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, റാൻഡം എക്സ്പെരിമെൻ്റ് എന്നുള്ള കാര്യമാണ്. റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെല്ലാം ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു റിസൾട്ടേ ഉണ്ടാവുള്ളൂ. റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർ ദാൻ വൺ ഔട്ട്പുട്ട് ഉണ്ടാവും. എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം, ഔട്ട്പുട്ട് മാറി മാറി വരും. അപ്പം അതിന് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. കോയിൻ ടോസിങ്ങും ഡൈ ത്രോ ചെയ്യുന്നതും അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ്സ്. അതായത് നമുക്കിപ്പം ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ കിട്ടും. അപ്പം അത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല ഹെഡ് തന്നെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ടെയിൽ തന്നെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ തന്നെ ഡൈ ടോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു എക്സാം എഴുതുന്ന കാര്യം. അപ്പം ഇങ്ങനെ പ്രോബബിലിറ്റി വരുന്നു, സാധ്യത അല്ലേ, ചാൻസ് ഓഫ് ഗെറ്റിംഗ്. എത്ര ശതമാനമല്ല ഇവിടെ പറയുന്നത്, അതിൻ്റെ ഒരു ചാൻസ് നമ്മൾ പറയുമ്പോൾ പ്രോബബിലിറ്റി വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണ്. അതായത് ഷുവർ ആയിട്ടുള്ള കേസിന് 1 ആണ് പ്രോബബിലിറ്റി, സംഭവിക്കാൻ പറ്റാത്ത കേസ് ഉണ്ടെങ്കിൽ അവിടെ 0 ആയിരിക്കും അവിടുത്തെ പ്രോബബിലിറ്റി വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഔട്ട്പുട്ടിനെ എല്ലാം ഒരുമിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാമ്പിൾ സ്പേസ് പറയുന്നുണ്ട്. ഇപ്പോൾ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഔട്ട്പുട്ടായിട്ട് വരിക, ഹെഡ്, ടെയിൽ. അപ്പോൾ അതാണ് എസ് എന്നുള്ള ലെറ്ററാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഹെഡ് ടെയിലിന് നമ്മൾ HT എന്നും പറഞ്ഞിട്ട് എടുക്കുന്നു. ഇനി അതുപോലെ തന്നെ കോയിൻ, 2 കോയിനാണ് ടോസ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് എങ്ങനെയൊക്കെ ഒരു 2 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യും. അപ്പോൾ 2 പ്രാവശ്യം നമുക്ക് ഹെഡ് കിട്ടാം അല്ലേ. അല്ലെങ്കിൽ ഒരു കോയിൻ ഹെഡ് കാണിക്കുന്നു, മറ്റേ കോയിൻ എന്ത് കാണിക്കുക, ടെയിൽ കാണിക്കുക. അല്ലെ ആദ്യത്തെ കോയിൻ ടെയിൽ, രണ്ടാമത്തെ കോയിൻ ഹെഡ്, അല്ലെങ്കിൽ രണ്ടും ടെയിൽ കാണിക്കുക. ഇത്രയും പോസിബിലിറ്റീസ് അല്ലേ ഉള്ളത്, ഔട്ട്പുട്ട് അല്ലേ ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഒരുമിച്ച് സെറ്റിൻ്റെ നൊട്ടേഷനിൽ എഴുതുന്നു. അതാണ് അവിടുത്തെ സാമ്പിൾ സ്പേസ്. ഇനി നമ്മൾ 3 കോയിൻസ്, 3 കോയിൻസ് ആണെങ്കിലോ 3 പ്രാവശ്യം ഹെഡ് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. ഒരു പ്രാവശ്യം ഹെഡ്, 2 ടെയിൽ ഹെഡ്. അപ്പം ഇവിടെ ആദ്യത്തെ ലെറ്റർ സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് കോയിൻ, സെക്കൻഡ് കോയിൻ, തേർഡ് കോയിൻ, അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ എത്ര ചാൻസസ് ഉണ്ടാവും, തന്നിരിക്കുന്നതിലുള്ള പോസിബിലിറ്റീസാണ് ഉള്ളത്. അപ്പം അതിൽ 8 എണ്ണമാണ് ഉള്ളത്. അപ്പം നമ്മൾ നോക്കിയാൽ ആദ്യത്തേൽ 2, രണ്ടാമത്തേൽ 4 സാമ്പിൾ പോയിൻറ്റുകൾ എന്ന് പറയും. അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറയും. പിന്നെ അടുത്ത കേസ് 8 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ജനറലി നമുക്ക് പറയാൻ പറ്റും, ഇപ്പോൾ 3 അടുത്ത 4 കോയിൻ്റെ കേസ് ആകുമ്പോൾ 2⁴ ഔട്ട്കംസ് ഉണ്ടാവും, അല്ലെങ്കിൽ സാമ്പിൾ പോയിൻറ്റ്സ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പം 5 കോയിൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10 കോയിൻ ഉണ്ടെങ്കിൽ 2⁻10 ഔട്ട്കംസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഡൈ നിങ്ങൾ പാമ്പും കോണിയൊക്കെ കളിച്ചിട്ടുണ്ടാവും. അപ്പം അവിടെ ലൂഡോ ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡൈ എന്ന് പറയുന്നത്. ഡൈക്ക് 6 ഫേസസ് ആണുള്ളത്. അപ്പോൾ ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് ഫേസസ് ഉള്ളത്, 6 അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെ വരാം, 1 വരാം, 2 വരാം അല്ലേ. അങ്ങനെ നമുക്ക് 1 വരാം അല്ലേ, ഒരു സ്പേസിൽ 1, 2, 3, 4, 5, 6 അല്ലേ. 6 എന്നുള്ള പോസിബിലിറ്റീസാണ് ഉള്ളത്. അപ്പം ഇനി 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ വരാം, 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ ആദ്യത്തിൽ 1 വരാം, സെക്കൻഡ് 1 വരാം, 1, 2 വരാം അല്ലേ, 1, 3 വരാം, അങ്ങനെ 1, 6 വരെ വരാം. അതുപോലെ തന്നെ 2 ഫസ്റ്റത്തേൽ വന്നു, സെക്കൻഡ് 2, 1, 2, 2 അങ്ങനെ പോകും, 2, 6 വരെ പോകും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പോയി 6 വരാം. ഒരു ആദ്യത്തെ ഡൈ 6, രണ്ടാമത്തേത് 1, ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ 6, 1, 6, 2 അങ്ങനെ പോയി കഴിഞ്ഞാൽ 6, 1, 6, 2 അങ്ങനെ പോയി 6, 6 വരെ പോവാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാവും, 36 എണ്ണം ഉണ്ടാവും കേട്ടോ. ആ കേസിൽ 36 സാമ്പിൾ പോയിൻറ്റുകൾ ഉണ്ടാവും. അതായത് 1, 1 അങ്ങനെ എക്സെട്ര ടു 6, 6 വരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജനറലി പറയുമ്പോൾ 3 ഡൈയുടെ കേസ് വരുമ്പോൾ 6⁻3 ഔട്ട്കംസ് ഉണ്ടാവും. ഓക്കെ, അത് 4 ഡൈ ആണെങ്കിൽ 6⁻4 ഔട്ട്കംസ് ഉണ്ടാവും. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസിനെ ഒരു ഫുൾ സെറ്റായിട്ട് എഴുതുന്നതിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതിലുള്ള ആൾക്കാരെ വിളിക്കുന്നതാണ് എന്ത്, സാമ്പിൾ പോയിൻറ്റുകൾ. ഇനി നമുക്ക് ഈ സാമ്പിൾ സ്പേസിൻ്റെ തന്നെ
എന്താ സബ്സെറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഇതൊരു വലിയ സെറ്റ് ആകുമ്പം അതിന് ചെറിയ ചെറിയ സെറ്റുകൾ, അതിനെയാണ് നമ്മൾ ഇവൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ദ സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് ആൻ ഇവൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സബ്സെറ്റ് പഠിച്ചപ്പോൾ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നിരിക്കുന്ന സെറ്റിനെയും എം ടി സെറ്റിനെ എന്തായിട്ട് എടുക്കുന്നുണ്ട്, അതിൻ്റെ സബ്സെറ്റായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ എന്ത് വരും, നമ്മുടെ ഈ ഇവൻറ്റ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യും. തന്നിരിക്കുന്ന സെറ്റും ഒരു ഇവൻ്റാണ്, അതുപോലെ തന്നെ എം ടി സെറ്റും എന്ത് തന്നെയാണ്, ഇവൻ്റായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി എസ് എന്ന് പറയുന്നത്, അപ്പോൾ ഏത് കേസ്, എസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സാമ്പിൾ സ്പേസ് വരുമല്ലോ, മൊത്തം വരുമല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് ഷുവർ ഇവൻ്റാന്ന് പറയും, കാരണം എല്ലാവരും വരും. അപ്പോൾ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് എസ് ഉത്തരമായിട്ട് വരും. അതുപോലെ തന്നെ കിട്ടുന്നില്ലെങ്കിൽ അതാരായിരിക്കും, എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ ഇവൻറ്റ് അല്ലെങ്കിൽ ഇമ്പോസിബിൾ ഇവൻറ്റ് എന്ന് നമ്മൾ വിളിക്കും. ഫൈനെയാണ് ഇമ്പോസിബിൾ ഇവൻ്റായിട്ട് വിളിക്കുന്നത്, സാമ്പിൾ സ്പേസിനെയാണ് ഷുവർ കേസായിട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ രണ്ട് ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടോ, എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു ചാനലിന് മാത്രം കിട്ടുന്ന ന്യൂസിനെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ്, അതായത് മറ്റേ ചാനലിൽ അതുണ്ടാവില്ല. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കോമൺ ഫാക്ടർ എന്തായിരിക്കും, അപ്പോൾ നമുക്ക് പറയാം എം ടി സെറ്റ് ആയിരിക്കും. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എം ടി സെറ്റ് കിട്ടുന്നതിനെയാണ് എക്സ്ക്ലൂസീവ്. അപ്പോൾ എയും ബിയും എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും, എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നതാണ് എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സിൻ്റെ കേസ്. എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ ഇവൻറ്റ്സ്, അതായത് ഇവൻറ്റ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടുവാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം, എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയും, എക്സ്ഹോസ്റ്റീവ്. ഓക്കെ, ടു ഓർ മോർ, അവിടെ ടു ഓർ മോർ വരും. എക്സ്ക്ലൂസീവിൻ്റെ കേസിൽ രണ്ട് ഇവൻ്റാണ് നമ്മൾ സാധാരണ പറയാറ്. ഓക്കെ, അപ്പം അതിൻ്റെ എക്സാമ്പിൾസൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്, അത് കൊടുത്തിട്ടുള്ളതാണ്, സോൾവ്ഡ് ആണ്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എക്സ്ഹോസ്റ്റീവും പറഞ്ഞു. ഇനിയാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എന്താണെന്നുള്ള കേസ് പറയുന്നത്. അതായത് ഒരു ഇവൻറ്റ് നമുക്ക് ഒരു ഇവൻറ്റ് തരും, അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, നമ്പർ ഓഫ് എ ഡിവൈഡഡ് ബൈ പി ഓഫ് എ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലും എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്, അതായത് എയിലുള്ള ആൾക്കാരുടെ എണ്ണം ഹരിക്കണം എസ്സിലുള്ള ആൾക്കാരുടെ എണ്ണം, അതാണ് പി ഓഫ് എ എന്ന് പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കോയിൻ ടോസിൻ്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു കോയിനാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെഡ് ടെയിൽ എന്ന് പറഞ്ഞു. സപ്പോസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഓഫ് ഹെഡാണെന്ന് വിചാരിക്കുക. ഹെഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സബ്സെറ്റ് ആണല്ലോ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എ എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് പി ഓഫ് എ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എ എന്ന് പറയുമ്പോൾ എയിലുള്ള എത്ര ആൾക്കാരുണ്ട്, 1 ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്ന് വെച്ചാൽ എന്താ, സാമ്പിൾ സ്പേസിൽ എത്ര ആൾക്കാരുണ്ട്, 2. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര, 1/2 അല്ലേ. ഹെഡും ടെയിലും ആണെങ്കിൽ പകുതിയല്ലേ ഹെഡ് കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ അതാണ് 1/2 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. എൻ ഓഫ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. ഇനി എം ടി സെറ്റ് ആണെങ്കിൽ നമുക്കതിൽ ആൾക്കാരില്ലല്ലോ, 5 ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് 5 എന്തായിരിക്കും, 0 ആയിരിക്കും വരുന്നുണ്ടാവുക. സാമ്പിൾ സ്പേസ് ആണെങ്കിൽ പി ഓഫ് എസ് ആണെങ്കിൽ എൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്നല്ലേ വരും, അപ്പം 1 എന്ന് വരും. അപ്പം പ്രോബബിലിറ്റി വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 0ക്കും 1നും ഇടയ്ക്കായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു കാര്യം തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണെങ്കിൽ അതിൻ്റെ ഉത്തരം എപ്പോഴും ഏത് രണ്ട് ഇതിന് ഇടയ്ക്കായിരിക്കും, 0ക്കും 1നും ഇടയ്ക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. ഒരു ഡൈ ത്രോൺ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഫസ്റ്റത്തേത് ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ത് കിട്ടിയാലും അതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതാം. അപ്പോൾ ഇവിടെ ഒരു ഡൈ ആണ് ത്രോ ചെയ്യുന്നത്. ഒരു ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 ആണ് അതിൻ്റെ സാമ്പിൾ സ്പേസ്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈവൻ നമ്പർ കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ എ ആയിട്ട് ആര് വരും, 2ഉം 4ഉം 6ഉം വരും, ഈവൻ നമ്പേഴ്സും.
ഓക്കെ, ഇനി പി ഓഫ് എ ആണ് കണ്ടുപിടിക്കുന്നത്. ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര ഈവൻ നമ്പേഴ്സാണുള്ളത്? 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്ര? 6. സോ ആൻസർ ഈസ് 3/6 എന്നുള്ള ആൻസർ നമ്മൾ എത്തി. ഓക്കെ, 3/6 ആയിരിക്കും അവിടുത്തെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5 ആണ് ഓഡ് നമ്പർ അല്ലേ? ബി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ ഓഫ് ബി എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുമ്പോൾ എൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണ്. അപ്പോൾ 3/6 എന്ന് വരും. ഇനി പ്രൈം നമ്പേഴ്സ് ആണെങ്കിലോ 2, 3, 5 ആണ് പ്രൈം ആയിട്ട് വരുന്നത് അല്ലേ? പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരു നമ്പർ പ്രൈം നമ്പർ ആവണമെങ്കിൽ അതിനെ ഗ്രേറ്റർ ദാൻ 1 ഉള്ള നമ്പേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 2 എടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ ഡിവൈസസ് ആരൊക്കെയാണ്? 2ഉം 1ഉം. ഓക്കെ, ഇനി നമ്മൾ 3 എടുത്താൽ 3യുടെ ഡിവൈസസ് ആരൊക്കെയാണ്? 3ഉം 1ഉം. ഓക്കെ, ഇനി 4 എടുത്തു കഴിഞ്ഞാലോ ആരൊക്കെ വരും? 2 വരും, 1 വരും, 4 വരും. അപ്പം 4 എന്തല്ല? പ്രൈം അല്ല. പ്രൈം ആവണമെങ്കിൽ തന്നിരിക്കുന്ന നമ്പറും 1ഉം മാത്രമേ എന്തായിട്ട് വരാൻ പറ്റുള്ളൂ? ഡിവൈസസ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനി 4 പറ്റത്തില്ല. അപ്പോൾ 5 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിവൈസസ് ആരൊക്കെയാണ്? 5ൻ്റെ ഡിവൈസർ 1ഉം 5ഉം മാത്രം. അതുകൊണ്ട് 5നെ നമുക്ക് പ്രൈമായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ 6 തന്നെയല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രോബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എലമെൻറ്റ് ഓഫ് എസ്. ഓക്കെ, സാമ്പിൾ സ്പേസിലുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ 2 ഡൈസ് ആകുമ്പോൾ എത്ര സാമ്പിൾ സ്പേസിൽ എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ 36. ഓക്കെ, അപ്പം അതൊക്കെ ആൻസേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അന്നേരം അത് വെച്ചിട്ട് സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി കാർഡ്സിൻ്റെ കേസ് പറയുന്നുണ്ട്. ആ 52 കാർഡ്സിൻ്റെ കേസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തു നോക്കിയിട്ട് ഇതിൽ അതുപോലെ തന്നെ നമ്മൾ സെറ്റിൽ പഠിച്ച ഒരു ഫോർമുല ഇവിടെയും യൂസ് ആവുന്നുണ്ട്. അത് നമുക്കറിയാം, സെറ്റിലെ എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി എന്നാണ് ഫോർമുല. അപ്പോൾ അതിൽ പ്രോബബിലിറ്റിയിലേക്ക് വരുമ്പോൾ ആ ഫോർമുല എങ്ങനെ മാറും? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി. അതും യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ പി ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ പി ഓഫ് എയും പി ഓഫ് എ കോംപ്ലിമെൻറ്റും. ഓക്കെ, എയിലുള്ളതും എയിലില്ലാത്തതും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം എന്ന് പറയുന്നത് അതിൻ്റെ പ്രോബബിലിറ്റീസ് കൂട്ടിയാൽ എത്ര കിട്ടുക? 1 ആണെന്നുള്ള കേസ്. അതിൽ നിന്ന് നമുക്ക് 2 ഫോർമുല വേറെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. പി ഓഫ് എ എന്ന് പറയുന്നത് ഈ എ കോംപ്ലിമെൻറ്റിന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആയി. അതുപോലെ തന്നെ പി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ചില പ്രോബ്ലത്തിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി നോക്കുക കേട്ടോ. എന്നിട്ട് പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.